കായലിന്റെ പ്രദേശങ്ങളിലും സമുദ്ര തീരങ്ങളിലും വളരുന്ന കണ്ടൽക്കാടുകൾ മീനുകൾക്ക് നല്ലൊരു ആവാസ വ്യവസ്ഥയാണ് എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ സമുദ്രത്തിനടിയിലുള്ള മീനുകളുടെ നല്ലൊരു ആവാസ വ്യവസ്ഥയാണ് പവിഴപ്പുറ്റുകൾ. കോളനിയായി താമസിക്കുന്ന പോളിപോയിഡ് എന്ന പേരുള്ള സമുദ്ര ജീവിവർഗങ്ങളാണ് കോറൽ റീഫ് ഉണ്ടാക്കുന്നത്. കോറൽ റീഫുകൾ ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. എന്തുകൊണ്ടായിരിക്കാം? വെൽക്കം ടു മോഷൻ ബുക്സ്, ഇറ്റ്സ് ഇൻഫോ ടൈം. പോളിപോയിഡുകൾ തങ്ങളുടെ എക്സോസ്കെൽറ്റനായി ശരീരത്തിൽ നിന്നും സെക്രീറ്റ് ചെയ്തുണ്ടാക്കുന്ന ഈ കോറലുകൾ പല രീതിയിൽ രൂപാന്തരപ്പെടുന്നു. കാഴ്ചയിൽ സുന്ദരമായ ഇവ മത്സ്യങ്ങൾക്ക് മുട്ടയിടാനും മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് വളരാനും സൗകര്യപ്രദമായ ഒരു ആവാസ വ്യവസ്ഥ പ്രദാനം ചെയ്യുന്നു. ഏതാണ്ട് 1950 മുതൽ ഇങ്ങോട്ട് ഈ കോറൽ റീഫുകൾ നാശത്തിന്റെ വക്കിലാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനവും അമിതമായ മത്സ്യബന്ധനവും മലിനീകരണവും ഈ ദുർബലമായ കോറൽ റീഫുകളെ വൻതോതിൽ നശിപ്പിക്കുകയും കടൽ തീരങ്ങളിൽ താമസിക്കുന്ന ഒരു പറ്റം ആളുകളുടെ ഉപജീവനത്തെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളായ പവിഴപ്പുറ്റുകൾ മത്സ്യങ്ങൾക്ക് ആവാസ വ്യവസ്ഥയും തീരദേശ സമൂഹങ്ങൾക്ക് മത്സ്യബന്ധനം, വിനോദസഞ്ചാരം എന്നീ രീതികളിലൂടെയുള്ള ഉപജീവന മാർഗവും സംരക്ഷണവും നൽകുന്നു. ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ പരിപോഷിപ്പിക്കുന്ന രീതിയിൽ കോടിക്കണക്കിന് ഡോളറുകൾ സൃഷ്ടിക്കുന്ന ഒരു ധനസമ്പത്ത് കൂടിയാണ് ഈ പവിഴപ്പുറ്റുകൾ. മനുഷ്യന് ഇത്രയേറെ മെച്ചങ്ങൾ നൽകുന്ന കോറൽ റീഫുകൾ വളരെ ദുർബലമാണ്. സമുദ്രത്തിന്റെ താപനിലയിലും അസിഡിറ്റിയിലും ഉണ്ടാകുന്ന നേരിയ മാറ്റങ്ങൾ പോലും പവിഴപ്പുറ്റുകളെ വളരെ വലിയ രീതിയിൽ ബാധിക്കും. അതായത് ഇവ വളരെ സെൻസിറ്റീവാണ്. ഒറ്റ കാഴ്ചയിൽ പവിഴപ്പുറ്റുകളെ കാണാൻ വെളുത്ത ചെറുതായി തിളങ്ങുന്ന പാറകൂട്ടങ്ങൾ പോലെ തോന്നും. മുൻപ് പറഞ്ഞ പോളിപ്പുകൾ പുറന്തള്ളുന്ന അസ്ഥികൂടങ്ങളാണ് ഇവയ്ക്ക് പാറക്കെട്ടുകളെ പോലെ രൂപം നൽകുന്നത്. പക്ഷെ ഇവ ജീവനില്ലാത്ത പാറക്കെട്ടുകളല്ല. ഇവ സഹജീവി പങ്കാളികളുള്ള അഥവാ സിംബിയോട്ടിക് പാർട്ട്നേഴ്സ് ഉള്ള ജീവികളാണ്. ഈ കോറൽ പോളിപ്പുകൾ സൂക്സാന്തല്ല എന്ന ഒരു കളർഫുള്ളായ ആൽഗയെ ആശ്രയിച്ചിരിക്കുന്നു. ഈ ആൽഗകൾ സ്വയമായി ഉണ്ടാക്കുന്ന ആഹാരമാണ് ഈ കോറൽ പോളിപ്പുകൾ ഭക്ഷണം ആക്കുന്നത്. അതിനു പകരമായി ഈ ആൽഗകൾക്ക് ഇവ സ്വന്തം ശരീരത്തിൽ വാസസ്ഥലം ഒരുക്കുന്നു. കടലിലെ വെള്ളത്തിന്റെ താപനിലയിലും പ്രകാശത്തിലും നേരിയ മാറ്റം വന്നാൽ പോലും ഈ കോറൽ പോളിപ്പുകൾ അവയുടെ ശരീരത്തിൽ നിന്നും ഈ ആൽഗകളെ പുറന്തള്ളുന്നു. ഇതിനെ ബ്ലീച്ചിങ് എന്ന് പറയുന്നു. ഇവയുടെ സഹജീവികളായ ആൽഗകളുമായുള്ള സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ബ്ലീച്ചിങ്ങിലൂടെ തകർത്താലും വീണ്ടും ആ ബന്ധം പുനഃസ്ഥാപിക്കാൻ ഇവ ശ്രമിക്കാറുണ്ട്. എന്നാൽ ചുറ്റുപാടിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കോറൽ റീഫിൽ ഉണ്ടാക്കുന്ന സമ്മർദ്ദം അവയുടെ മരണത്തിലേക്ക് വഴിവെച്ചാൽ ആ കോറലുകളുടെ കൂടെ ആൽഗകളുടെയും നാശമാണ് സംഭവിക്കുന്നത്. മനുഷ്യരുടെ ഇടപെടലുകൾ ബാധിക്കാത്ത ഒരു കോറൽ റീഫ് പോലും ലോകത്തുണ്ടാവുകയില്ല എന്ന് കണക്കുകൾ പറയുന്നു. അനവധി പഠനങ്ങളിൽ ചില പ്രത്യേക പ്രദേശങ്ങളിലെ കോറൽ റീഫുകളിൽ ഉണ്ടാക്കുന്ന വ്യത്യാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിട്ടീഷ് കൊളംബിയയിലെ എഡ്ഡിയും സഹപ്രവർത്തകരും ഇതുവരെ ലോകത്ത് നടത്തിയ കോറൽ റീഫുകളെ കുറിച്ചുള്ള എല്ലാ പഠനങ്ങളുടെയും വിവരങ്ങൾ ശേഖരിച്ച് അവലോകനം ചെയ്തു. പവിഴപ്പുറ്റുകൾ ആവാസ വ്യവസ്ഥയ്ക്ക് പ്രദാനം ചെയ്യുന്ന സേവനങ്ങൾ, അതായത് മത്സ്യബന്ധനം, കൊടുങ്കാറ്റിനെ തടയുക എന്നീ സേവനങ്ങൾ. കോറൽ റീഫുകളുടെ നാശം ഈ സേവനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനുള്ള ഉത്തരമാണ് ഇവർ തേടിയത്. 1950 മുതൽ പവിഴപ്പുറ്റുകൾ നശിക്കാൻ തുടങ്ങി. അതിനോടൊപ്പം തന്നെ ഈ പവിഴപ്പുറ്റുകളെ ഡിപ്പെൻഡ് ചെയ്തുണ്ടായിരുന്ന ആവാസ വ്യവസ്ഥകളിൽ 63% നശിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് കണക്കുകൾ പറയുന്നു. നാശം സംഭവിക്കാത്ത പവിഴപ്പുറ്റുകൾ ആയിരക്കണക്കിന് പവിഴപ്പുറ്റുകളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ അനവധി മത്സ്യങ്ങൾക്കും മറ്റു സമുദ്രജീവികൾ എന്നിവയെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ബ്ലീച്ചിങ് സംഭവിച്ച പവിഴപ്പുറ്റുകൾ, അതായത് ആൽഗകളെ പുറന്തള്ളിയ പവിഴപ്പുറ്റുകൾക്ക് ഈ കഴിവ് നഷ്ടപ്പെടുന്നു. പൊതുവെ പവിഴപ്പുറ്റുകളുടെ പരിസര പ്രദേശത്ത് നിന്ന് ലഭിക്കുന്ന മത്സ്യസമ്പത്ത് വളരെ വലുതായിരിക്കും. എന്നാൽ 2002 മുതൽ ഇങ്ങനെ കോറൽ റീഫിന്റെ ചുറ്റുപാടിൽ നിന്നും ലഭിക്കുന്ന മത്സ്യസമ്പത്തിൽ പ്രകടമായ കുറവ് കാണുന്നുണ്ട്. എല്ലാ പവിഴപ്പുറ്റുകളും ദുർബലമാണ്. എന്നാൽ ചിലത് മറ്റുള്ളവയെ അപേക്ഷിച്ച് ബാഹ്യ ഇടപെടലുകളോട് വളരെയധികം സെൻസിറ്റീവാണ്. ഇങ്ങനെയുള്ള വളരെ ദുർബലമായ പവിഴപ്പുറ്റുകൾ സംരക്ഷിക്കാൻ കഴിയുന്നതിന് മുൻപേ തന്നെ നശിച്ചു പോവുകയാണ് എന്നത് വളരെ പരിതാപകരമായ അവസ്ഥയാണ്. എഡ്ഡിയും സംഘവും നടത്തിയ പഠനത്തിൽ പറയുന്നത് കോറൽ റീഫുകളോട് വളരെയധികം റിലേറ്റഡ് ആയിരുന്ന തീരദേശ സമൂഹങ്ങളുടെ ഉപജീവന മാർഗത്തെയും
അവരുടെ ഭക്ഷണ രീതികളെ പോലും പഴപ്പുറ്റുകളുടെ നാശം സാരമായി ബാധിച്ചു എന്നാണ്. അവർ മാത്രമല്ല, പവിഴപ്പുറ്റുകളുടെ നാശം മനുഷ്യരെ എങ്ങനെ ബാധിക്കുന്നു എന്ന വിഷയത്തിൽ പഠനം നടത്തിയ എക്കോളജിസ്റ്റായ ക്രിസ്റ്റ്യൻ ഹിക്സും ഇതേ നിഗമനത്തിലാണ് എത്തുന്നത്. അതായത് കോറൽ റീഫുകൾ അവിടെയുള്ള ലോക്കൽ കമ്മ്യൂണിറ്റിക്ക് നൽകുന്ന മൈക്രോ ന്യൂട്രിയൻസ് അടക്കമുള്ള ഉപകാരങ്ങൾ അവയുടെ നാശത്തോടുകൂടി നിലയ്ക്കും. ഫോസിൽ ഫ്യൂവൽ കത്തുന്നത് മൂലമുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിൽ ഏകദേശം 1/4 സമുദ്രങ്ങൾ അബ്സോർബ് ചെയ്യുകയും കടൽ ചൂടുപിടിക്കുകയും അമ്ലത കൂടുകയും ചെയ്യുന്നു. ഇതും കോറൽ റീഫിന്റെ നിലനിൽപ്പിന് ആപത്താണ്. കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ കുറയ്ക്കാനും കോറൽ റീഫുകളെ സംരക്ഷിക്കാനും ഇതുവരെ ലഭ്യമായ വഴികളെക്കാൾ കൂടുതൽ എഫക്റ്റീവായ ഉപായങ്ങൾ തേടുകയാണ് ശാസ്ത്രലോകം. പൂർണ്ണമായ നാശം കടലിനടിയിലെ ഈ മഴക്കാടുകൾക്ക് സംഭവിക്കുന്നതിന് മുന്നേ ഇതുവരെ ലഭ്യമായ വഴികളിൽ അവയെ സംരക്ഷിക്കുക എന്നതാണ് നാം ചെയ്യേണ്ടത്. ഇതുപോലെ രസകരമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.